ഇറങ്ങാറായോ? എന്താ? അല്ല, ഇറങ്ങാറായോ എന്ന്. പോണ്ട സമയം. എന്താ താക്കോല്? സാറിനോട് പറഞ്ഞാൽ മതി. പിന്നെ എൻ്റെ സാധനങ്ങളൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല. എല്ലാം ഹരിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അവർ പാക്ക് ചെയ്ത് അയച്ചോളൂ. ഇതാ പിടി. കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? അതിനെന്താ, കയറിയിരിക്കെ. ആ, താങ്ക്സ്. ഈ പെയിന്റിങ് സാറ് വരച്ചാണോ? അല്ല, ഞാൻ വരച്ചതാ. ആ, എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. ഇളൊരു സംഭവമാണല്ലോ. ഞാൻ വലിയ സംഭവമല്ലെന്ന് എനിക്കറിയാം. പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു നേരം പോക്ക്, അങ്ങനെ വരച്ചു കൂട്ടണതാ. പിന്നെ ഇപ്പോൾ ഒരു കളക്ഷനൊക്കെ ഉണ്ട്. പെയിന്റിങ്സ് ഒക്കെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ആ, പിന്നെന്താ, ആ, വാ. ഓ, അവിടെയാ. ഇയാൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യോ? ഏയ്, ഇത് ഞാൻ പണ്ട് കോളേജിൽ ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ വാങ്ങിയതാ. ആഹാ. അന്ന് കോളേജിലൊരു ഷോ ഉണ്ടായിരുന്നു. വീട്ടിൽ കരഞ്ഞ് കാല് പിടിച്ചൊപ്പിച്ചതാ. കരഞ്ഞതിനൊക്കെ ബലം ഉണ്ടായിട്ടോ. അന്ന് ഞാനായിരുന്നു വിന്നർ. ഇടയ്ക്ക് ഞാനൊന്ന് ഇട്ട് നോക്കും. എൻ്റെ മനസ്സും ശരീരവും ജീവിതവും ഒന്നും മറവിച്ചിട്ടില്ലെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ. ഇത് ആ, ഇതെന്റെ കുടുംബക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹ. ക്ഷേത്രമൊക്കെ നശിച്ചു പോയി. പിന്നെ കുടുംബത്തിലെ മൂത്ത കാരണവരെന്ന നിലയിൽ സാറാണ് ഇതിന്റെ ഉടമസ്ഥൻ. ഇതിനും കൂടി വേണ്ടിയിട്ടാ അങ്ങേര് എന്നെ കല്യാണം കഴിച്ച്. സാറിന് എന്തിനത്? ഇത് നവരത്നങ്ങൾ പതിച്ച പഞ്ചലോക വിഗ്രഹ. ആ, ഇത് വിറ്റ കോടികൾ കിട്ടും. സാറിന് ആന്റിക് ബിസിനസ്സും ഉണ്ട്. ആന്റിക്സ് എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. ബട്ട് ആന്റിക് ബിസിനസ് ഇല്ലീഗൽ അല്ലേ? അതെനിക്കറിയില്ല. പക്ഷെ ഇതങ്ങനെ ആർക്കും വിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ശക്തിയുള്ള ദേവിയാ. നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കും. എന്നിട്ടെന്താ തൻ്റെ ആഗ്രഹങ്ങളൊന്നും നടത്തി തരാഞ്ഞേ? ശപിക്കപ്പെട്ട ജന്മമായിരിക്കും എൻ്റേത്. അങ്ങനെയൊന്നുമില്ലടോ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അതുകൊണ്ടായിരിക്കും ദേവി എന്നെ തന്നെ തൻ്റെ മുന്നിലേക്ക് എത്തിച്ചത്. എന്നിട്ട് എന്ത് കാര്യം? കാര്യമില്ലെന്ന് ആരാ പറഞ്ഞു? തന്നെ ഞാൻ ഇവിടെ നിന്ന് രക്ഷിക്കട്ടെ? എന്നെ എങ്ങനെ രക്ഷിക്കുന്ന? പറയാം. ഇതെന്താ സംഭവം? പറഞ്ഞ വിശ്വസിക്കില്ല. ഇത് വെറും ഒരു കല്ലല്ല, ഇതൊരു മാജിക് സ്റ്റോണാണ്. എനിക്ക് തന്നെ വിശ്വാസ. പറ, എന്ത് മാജിക് സ്റ്റോൺ? ഇത് കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ രൂപം സ്വീകരിക്കാൻ പറ്റും. എനിക്ക് തീരെ ബുദ്ധിയില്ലാന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ വിശ്വസിക്കില്ലെന്ന്. ഞാൻ വിശ്വസിക്കണമെങ്കിൽ എന്നെ പ്രൂവ് ചെയ്യണം. ഇതങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ തനിക്ക് വേണമെങ്കിൽ ഞാനൊന്ന് പ്രൂവ് ചെയ്താണ്. ശരി, ചുമ്മാ പുളു പിടിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വെച്ച് എല്ലാവർക്കും എന്തൊക്കെ ചെയ്യാം? പറ്റില്ല. അർഹതപ്പെട്ടവരുടെ കൈ കിട്ടിയാൽ മാത്രമേ ഇതിന്റെ മാജിക് പവേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്തവരുടെ കൈ കിട്ടിയത് വെറും ഒരു കല്ല് മാത്രമാണ്. ഈ മന്ത്രതന്ത്രങ്ങളൊക്കെ നടത്തിയിരുന്ന കുടുംബമാണ് എൻ്റെത്. എൻ്റെ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. ശരി, ഞാൻ വിശ്വസിക്കാം. എന്നെ പ്രൂവ് ചെയ്ത് കാണിക്കും. ഇത് ഉപയോഗിക്കുമ്പോൾ കൂടെ ആരും ഉണ്ടാവാൻ പാടില്ലെന്നാണ്.
Open your eyes. എന്താ പേടിച്ചോയോ? ഉം. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ പെണ്ണിന്റെ കാമുകന്റെ രൂപം സ്വീകരിക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കാമുകനല്ല, കള്ളക്കാമുകൻ. ഇയാള് പോവാണല്ലേ? പോയല്ലേ പറ്റൂ. അപ്പൊ നമ്മളിനി കാണില്ല? ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, എൻ്റെ കൂടെ വന്നൂടെ? വരണം തന്നെയാണ്, പക്ഷെ കഴിയില്ല. ഇയാളെ കണ്ടതും ഇഷ്ടപ്പെട്ടതും അടുത്തതും അടക്കം ദാ ഇപ്പൊ ഈ ചെയ്യണതൊക്കെ ഒരു തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നെക്കാൾ കൂടുതൽ ഈ തെറ്റിനെയാണ് ഞാനിന്ന് ഇഷ്ടപ്പെടുന്നത്. ഈ തെറ്റിന്റെ ഓർമ്മ മാത്രം മതി എനിക്കിനി ജീവിക്കാൻ. വലിയ ആളായി കഴിയുമ്പോൾ എനിക്കിവിടെയൊക്കെ പറയാലോ എൻ്റെ ഫ്രണ്ടാന്ന്. അയ്യോ, സാറ് വരുന്നു. നീ എന്ത് ചെയ്യും? വാ വാ. അതുവഴി പോ. ഇവിടെ നിൽക്കണ്ട, പോ. किं क्रियते तत्र भवत्या? एतादृश वस्त्रं न धरणीयमति, पूर्वमेव सूचितं किल? कथत्र शब्दः? नाहं जानामि, सः स्तेन मार्जारः स्यात्. കള്ളം പറയാൻ മിടുക്കിയാണല്ലേ? പൂച്ചയാണെന്ന്. ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ. മാർജാരൻ എന്ന പൂച്ചാന്ന് മാത്രമല്ല, കാമുകനെന്നും അർത്ഥമുണ്ട്. നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. നിർജ്ജനേ ഗൃഹേ പ്രവിഷ്ടാഹ മാർജാരഹ സർവേ മാരണീയഃ. എന്നുവെച്ചാൽ ആളില്ലാത്ത നേരത്തെ വീട്ടിൽ കയറുന്ന മാർജാരനെ കൊല്ലണമെന്ന്. അതെ, ഞാൻ നേരത്തെ ചോദിക്കാന്ന് വിചാരിച്ചതാ. ഇതേതായി കാട്ടുഭാഷ? കാട്ടുഭാഷയോ? ഇത് സംസ്കൃതമാണ് ശാന്തനു. ഞങ്ങൾ ശരിക്കും ഇവിടുത്തുകാരല്ല. ശിവകയിലെ മട്ടൂരാണ് സ്ഥലം. അവിടുത്തെ കോമൺ ലാംഗ്വേജ് ആണ് സാൻസ്ക്രിറ്റ്. ഇവിടെ വന്നിട്ട് വർഷങ്ങളായെന്ന് മാത്രം. ഒരു മിനിറ്റ്, ആ മാർജാരയുടെ അർത്ഥം എന്താന്ന് പറഞ്ഞത്? പൂച്ചയെന്നും കാമുകനെന്നും അർത്ഥമുണ്ട്. എന്താ അവിടെ ഒരു ശബ്ദം? പാത്രം പിന്നെയും പൊട്ടിച്ച? ഇവളും പൂച്ചയും തമ്മിലുള്ള കളി ഇതുവരെ തീരാറായില്ലേ? ഞാനാ? എവിടെ നിന്റെ കള്ളപ്പൂച്ച? എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ വരട്ടെ, രണ്ടെണ്ണത്തിനെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. മാർജാര കള്ള റാസ്കല്. സർ, എന്തോ ശാന്തനുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആളെ കിട്ടിയിട്ടുണ്ട്. അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സർ. എന്നിട്ട് തദഹ കിം അഹം തം ന ദൃഷ്ടവാൻ അപരാധിനോ ദണ്ഡനം പ്രാപ്തവന്തോ മരണദണ്ഡനം.
അയ്യോ സാറ് ഇനി എന്ത് ചെയ്യും? ഇവിടുന്ന് പോ. അതൊന്നും തുറക്കാൻ പറ്റില്ല. അങ്ങോട്ട് പോ. ततः किम् अहं तं न दृष्टवान् अपराधिनौ दण्डनं प्राप्तवन्तौ मरणदण्डनम् എന്തൊരു കണക്കാണോ ഇത്? വരവിനേക്കാൾ ചെലവാണ് കൂടുതലെങ്കിൽ ഞാനെന്തിനാണ് ഈ തോട്ടം വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തവണ കൃഷി സ്വല്പം മോശമായിരുന്നു. കുറവോ കൂടുതലോ എന്നുള്ളതല്ല, എനിക്ക് നഷ്ടം വരുന്ന ഒരു കാര്യവും ഞാൻ വെച്ചുകൊണ്ടിരിക്കാറില്ല. ഓ, അജയ് മാധവ്, DYSP ആണ്. നമസ്കാരം, ഇരിക്കൂ. താങ്ക് യു. എന്തായിരുന്നു പ്രത്യേകിച്ച്? ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കടങ്കഥ കേട്ടു. അതിന് ഉത്തരം കിട്ടുമെന്ന് അറിയാൻ ഇറങ്ങിയതാ. കടക്കഥ പറഞ്ഞ് കളിച്ചാൽ കടം കൂടുന്ന പണ്ടുള്ളവർ പറയാ. അല്ലെങ്കിലും കൃഷിയൊക്കെ വളരെ മോശ. എന്നാലും സാറ് ചോദിച്ചല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കാം. ഈ ബഹളത്തിനിടയ്ക്ക് തന്നെ വേണോ? ശരി. അതെ, നിങ്ങൾ രണ്ടുപേരും ചെല്ല്, പുറകിലേക്ക് ചെല്ല്. സോറി DYSP, ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോ ഭൂതത്തിന്റെയും പ്രേതത്തിന്റെ ഒക്കെ മൊഴികളൊക്കെ തെളിവായിട്ട് എടുക്കാൻ തുടങ്ങിയോ? ഇതിലൊന്നും ഒരു സത്യമില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അപ്പൊ പിന്നെ ശാന്തനും ഇവിടെ നടന്നതൊക്കെ എങ്ങനെ അറിഞ്ഞു? അവനെപ്പോലത്തെ ഒരു കള്ളൻ ഇതൊക്കെ അന്വേഷിച്ചറിയാനാണോ പാട്? പോരാത്തതിന് അഹല്യേന്റെ ആത്മാവിനെ കണ്ടു എന്നൊരു നുണയും. നിങ്ങളെ ആ ചന്ദ്രനെ പൊക്കിയ സത്യം മുഴുവൻ അറിയാം. ആരെ പൊക്കണോന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഓ, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ചിത്രയെ കൊന്നത് ശാന്തനു തന്നെയാണെന്നാണോ? സംശയം എന്താ? ഞാൻ ഇവിടെ വന്ന് കയറുമ്പം കാണുന്നത് അവൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതാ. ചിത്രയാണെ അകത്ത് കൊല്ലപ്പെട്ട് കിടക്കുകയായിരുന്നു. അവൻ തന്നെയാണത് ചെയ്തത്. അപ്പൊ വാട്ട് അബൌട്ട് അഹല്യ ആൻഡ് ചിത്ര? അവർക്കെന്താ സംഭവിച്ചത്? ആദ്യം അവനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. രണ്ടുപേരെയും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ കണ്ടു. അവൻ എങ്ങോട്ട് ഓടിപ്പോയി. അവൻ ഓടിപ്പോയത് കൊണ്ടാണോ ഞാൻ കണ്ടത് കൊണ്ടാണോ എന്നറിയില്ല, അവൾ ആത്മഹത്യ ചെയ്തു. കഥയൊക്കെ കൊള്ളാം, പക്ഷെ അത്ര റിയലിസ്റ്റിക് അല്ല. അതിരിക്കട്ടെ, നിങ്ങൾ എപ്പോഴാ ചിത്രയെ വിവാഹം കഴിച്ചത്?
അഹല്യ മരിച്ചൊരു വർഷം കഴിഞ്ഞപ്പോഴാണ്. വയസ്സായില്ലേ സാറേ, ചൂടുവെള്ളെടുത്ത് തരാനെങ്കിലും ഒരു കൂട്ടൊക്കെ വേണ്ടേ? അത് ശരിയാ, കാര്യങ്ങളൊക്കെ എന്നെ മുറ പോലെ നടക്കണമല്ലോ. നാസറേ വിളിക്ക്. സർ ഇങ്ങ് വാടാ. ആദ്യം പ്രേതം, ഇപ്പം ഭ്രാന്തൻ. നിങ്ങൾക്ക് തലയ്ക്ക് വിളി പിള്ളാരെയും കിട്ടിയില്ലേ സാക്ഷിയായിട്ട്? ഇവനാണ് ശാന്തനുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഇവൻ എങ്ങനെ ഭ്രാന്തനായതെന്ന് ഇവൻ തന്നെ പറയും. പറയടാ അങ്ങോട്ട്, പറയാൻ. ചിത്തിര, അവരതിനെല്ലാത്തിനും കാരണം. എന്നെ ഭ്രാന്തനാക്കിയതും അവരാ. ആ രഘു, ആ, എല്ലാം കിട്ടിയോ? എല്ലാം ഉണ്ട്. എന്നാലും ചിത്തി ഒന്ന് നോക്കിയേക്കേ. ആ, ഇതൊന്ന് കഴിയട്ടെ. നീ ഇരിക്കെ, ചായ കുടിച്ചിട്ട് പോവാം. അകല്യ കുഞ്ഞെന്തിയേ? അവൾ ഇന്ദ്രനെ ഭക്ഷണവും കൊണ്ടുപോയി. ചിത്തി, ഞാൻ പറയുന്നുണ്ടൊന്നും തോന്നരുത്. ഇന്ദിര കുഞ്ഞും അഹല്യയും തമ്മിലുള്ള അടുപ്പം അത്ര ശരിയായ ദിശയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കെന്താ അങ്ങനെ തോന്നാൻ? ആ, പെരുമാറ്റം കണ്ട് അറിഞ്ഞൂടെ ആ തോണി ഏത് കരയ്ക്കാ അടുക്കാന്ന്? രണ്ടുപേരൊന്ന് ഉപദേശിക്കുന്നത് നന്നായിരിക്കും. ആ തോണി ഏത് കരയ്ക്കാ അടുക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം അതിന്റെ തുഴ പിടിക്കുന്നത് ഞാനാ. അവര് തമ്മിൽ അടുക്കേണ്ടത് എന്റെ ആവശ്യമാ. നിനക്കറിയോ, അഹല്യയ്ക്ക് പകരം ഗൗതമന്റെ സ്വത്ത് അനുഭവിക്കേണ്ടത് ഞാനാ. പക്ഷെ അഹല്യയെ കണ്ട നിന്റെ സാറിന് അവളെ മതി. അതുകൊണ്ടാണ് ഇല്ലാത്ത ജാതകദോഷവും പറഞ്ഞ് എന്നെ വേണ്ടാന്ന് വെച്ചത്. പക്ഷെ തോറ്റു കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല. അഹല്യയെ ഗൗതമന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ഞാനിവിടെ വന്നത്. അതിനു പറ്റിയ ആയുധമാണ് ഇന്ദ്രൻ. അവര് തമ്മിലടുത്താൽ കാര്യങ്ങൾ എളുപ്പമായി. അതിന് നീ എന്റെ കൂടെ നിൽക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നീയൊന്ന് നിന്ന് തന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. നിന്റെ മനസ്സിലുള്ളത് എന്താന്ന് എനിക്കറിയാം. അഹല്യെ ഒഴിവാക്കാൻ നീ എന്റെ കൂടെ നിന്നാ ഞാനത് നടത്തിത്തരാം. പക്ഷേ ചിത്തി വിചാരിച്ച പോലെ ഇന്ദ്രൻ്റെ കൂടെ പോവാൻ അഹല്യ തയ്യാറായില്ല. തൻ്റെ പദ്ധതികളെല്ലാം പൊളിയെന്ന് മനസ്സിലായപ്പോഴാണ് എന്നെ ഉപയോഗിച്ച് സത്യങ്ങളെല്ലാം സാറിനെ അറിയിച്ചത്.